ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് സ്റ്റാർട്ടറായിട്ടും പിന്നെ സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചെമ്മീൻ ഫ്രൈ റെസിപ്പിയാണ് കേട്ടോ. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ചെമ്മീൻ്റെ തലയോടെയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങ് എടുക്കുക. അപ്പോൾ നമുക്കിത് വേഗം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ, മാരിനേറ്റ് ചെയ്തിട്ടൊന്നും വെക്കണ്ടേ. പിന്നെ ഇതിലോട്ട് ഇനി കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് കേട്ടോ, അപ്പോൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കണ്ടു നോക്കട്ടോ. പിന്നെ ഇതാ ഒരു കടായോ പാനോ വെച്ച് കൊടുക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ എടുക്കാൻ നോക്കട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇതിലോട്ട് മൊത്തത്തിൽ അങ്ങ് ചെമ്മീനെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമല്ലോ ആ രീതിയിൽ തന്നെ നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് അങ്ങ് എടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ അവസാനം ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ചെമ്മീന് പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീന് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്നും അറിയില്ല, എന്തായാലും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം തന്നെ പൊരിച്ചെടുത്തതിന് ശേഷം മാത്രമേ ഈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, അതിന് മുമ്പ് ചേർക്കരുത്. ഇതാ ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. വെളുത്തുള്ളി മുഴുവനായിട്ട് ചതച്ചെടുക്കുക, പച്ചമുളക്, കറിവേപ്പില, തേങ്ങ. അപ്പോൾ ഇതും കൂടി ചെമ്മീൻ്റെ മുകളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പാൻ എടുത്തുകൊണ്ട് എനിക്ക് അത്ര ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ ശരിക്കും പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കുഴിയുള്ള ഒരു കടായോ എന്തെങ്കിലും എടുക്കാൻ നോക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. നല്ലോണം അങ്ങ് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണ്ട, ചെറിയൊരു പച്ചച്ചുവ കിട്ടുന്ന രീതിയിൽ, തേങ്ങൻ്റെ ഒരു പച്ചച്ചുവ ഉണ്ടാവില്ല ആ ഒരു രീതിയിൽ ഫ്ലെയിം ഓഫ് ആക്കിയാൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ടും കൂടി നോക്കണേ. പിന്നെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.